നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിക്കാൻ റഷ്യ ഇതുവരെയും തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ റഷ്യയുടെ ഭാവമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ ഇതുവരെ കടുപ്പിക്കാത്തൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഉക്രൈനിൽ സമാധാന ചർച്ചയിലേക്ക് ട്രംപ് നടന്നു നീങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അലാസ്കയിൽ വെച്ച് ആങ്കറേജിൽ ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ സംഭാഷണം ഒരു രീതിയിലും ഫലവത്തായിരുന്നില്ല എന്ന് ട്രംപിൻ്റെ വിശ്വസ്തർ തന്നെ ഒടുവിൽ തുറന്നടിച്ച കാര്യം തന്നെയാണ്. ഏതായാലും ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം നേരിട്ടൊരു വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. റഷ്യ ചില സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്കയ്ക്കെതിരെ നടത്താൻ വളഞ്ഞ വഴി കുറേ നാളായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ചൈനയും US തമ്മിൽ നേരിട്ടുള്ള വ്യാപാര യുദ്ധം നാളുകളായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കോവിഡ് സമയത്ത് അത് ഏറ്റവും മൂർധന്യ അവസ്ഥയിലായിരുന്നെങ്കിൽ കോവിഡാനന്തര കാലത്ത് അത് ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ പല രാജ്യങ്ങൾക്ക് അത് ഭീഷണിയായി മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. ട്രംപ് ഏറ്റവും ഒടുവിൽ പല രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായി മാറി. ഇപ്പോൾ നടക്കുന്ന യുദ്ധം, അതിൽ റഷ്യ എടുക്കുന്ന നിലപാട് ഏറ്റവും സ്തുത്യർഹമാണ്. ഇറാനെ പോലൊരു രാജ്യം, കാര്യമായി അവർക്ക് ശക്തിയുണ്ട് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അവരുടെ ആത്മവീര്യം എന്ന് പറയുന്നത് ചില്ലറയല്ല. റഷ്യ കൊടുക്കുന്ന മൊറൈൽ ബൂസ്റ്റും അതും നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത, അതായത് ഒരു രീതിയിലും അതിനെ ഒരു പ്രൈസ് ടാഗ് ഇട്ട് വിളിക്കാൻ കഴിയില്ല. കാരണം അത്രയേറെ മനോധൈര്യം റഷ്യ കൊടുക്കുന്നുണ്ട് ഓരോ നിമിഷത്തിലും. വേണ്ടി വന്നാൽ അമേരിക്കയോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലേക്കാണ് റഷ്യ കൂടുതൽ ശക്തമായി തന്നെ ഇറാന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇറാൻ്റെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരത്തെ തന്നെ റഷ്യ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. അതൊരു പടി കൂടി കടന്ന് ഇറാൻ നടത്തുന്ന സമ്പുഷ്ടീകരണ പ്രക്രിയ ചോദ്യം ചെയ്യാൻ ഏത് അറ്റോമിക് റിസർച്ച് സെന്ററിനാണ് അനുവാദമെന്ന വലിയ ചോദ്യമാണ് റഷ്യ ചോദിക്കുന്നത്. ഞങ്ങളും സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വം ഉള്ള രാജ്യം തന്നെയാണെന്ന് പുടിന് വേണ്ടി റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ചൈനയും ഈ കാര്യത്തിൽ സ്ഥിരീകരണവുമായി വരികയാണ്. ചൈനയും റഷ്യയും ഒരുമിച്ചെടുക്കുന്ന നിലപാട് ഇറാന് കുറച്ചുകൂടി അനുകൂലമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ അത്ര പെട്ടെന്നൊന്നും തീർക്കാനും കഴിയില്ല. അമേരിക്കയുടെ ചരക്ക് കപ്പൽ ആ ഇടനാഴി വഴി കടന്നു പോകില്ല എന്ന് ഇരു രാജ്യങ്ങളും ഉറപ്പിച്ച് പറയുകയാണ്. അതിന് ഇറാൻ തന്നെ വേണമെന്നില്ല, ഞങ്ങളുടെ ആളുകളെ അയച്ചെങ്കിലും അതിനെ തടഞ്ഞിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇറാന്റെ കപ്പൽ ആക്രമിച്ചതിന് അമേരിക്ക അതിനുള്ള വില നൽകിയേ മതിയാവൂ എന്ന് റഷ്യ ഉറപ്പിക്കുകയാണ്.